ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് സദ്യക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു കറിയുടെ റെസിപ്പിയാണ് കൂട്ടുകറി. ഓക്കെ, അപ്പം അതിനായിട്ട് ഞാൻ കുറച്ച് കാ ഇതേപോലെ അരിഞ്ഞിട്ട് ഇതൊന്ന് കറ പോകാൻ വേണ്ടി വെള്ളത്തിൽ അരിഞ്ഞിട്ടേക്കാം. ഓക്കെ ഓക്കെ ഒരെണ്ണം എടുത്തിട്ടുണ്ട്. ഞാനത് വെയിറ്റ് എടുത്തപ്പോൾ 200 ഗ്രാം ഉണ്ട്. അപ്പോൾ സെയിം വെയിറ്റിൽ തന്നെ ഞാൻ ചേന അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതും ഒരു 200 ഗ്രാം എടുത്തിട്ടുണ്ട്. ഈ കടലയാണ് ഞാൻ കുക്ക് ചെയ്തെടുത്ത് വെച്ചിരിക്കുന്നത് കേട്ടോ. അത് ഒരു കപ്പ് എടുത്തിട്ടുണ്ട്. ഓക്കെ, വെയിറ്റ് നോക്കുവാണെങ്കിൽ 200 ഗ്രാം ഉണ്ട്, അല്ലെങ്കിൽ ഒരു കപ്പ് കടല. ഓക്കെ, അപ്പോൾ ഇത് മൂന്നും എടുത്ത് വെച്ചിട്ട് കുറച്ച് ഗ്രീൻ ചില്ലിയും കൂടി ഇട്ട് മഞ്ഞൾപ്പൊടി ഇട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കും. കുക്ക് ചെയ്യുന്നതിനകത്ത് ഇടാൻ ഗ്രീൻ ചില്ലി, ടർമറിക് പൗഡർ ഇതൊരു 1/2 ടീസ്പൂൺ എടുത്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, പിന്നെ നെക്സ്റ്റ് വെച്ചാൽ നമ്മൾ ഈ തേങ്ങ ഒന്ന് അരച്ചെടുക്കണം. അതിനായിട്ട് ഒരു 1/4 കപ്പ് തേങ്ങ, പെരിഞ്ചീരകവും കുരുമുളകും എടുത്ത് വെച്ചിട്ടുണ്ട്. അത് രണ്ടും 1/4 ടീസ്പൂൺ വെച്ചിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ ടർമറിക് പൗഡറും ഒരു 1/4 ടീസ്പൂൺ, കുറച്ച് മുളക് പൊടി ഉണ്ട്, അതൊരു 1/2 ടീസ്പൂൺ എടുത്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതെല്ലാം കൂടെ നമുക്കൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കണം. പിന്നെ ലാസ്റ്റ് സീസണിങ് ചെയ്യാൻ വേണ്ടിയിട്ട് കടുക്, മുളക്, കുറച്ച് തേങ്ങ കൊത്ത്. ഓക്കെ, പിന്നെ കറി ലീഫൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ട് കുറച്ച് കോക്കനട്ട് ഓയിൽ, പിന്നെ ഉപ്പൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഈ കൂട്ടുകറി വെച്ചാൽ കുറച്ച് എരിവും കുറച്ച് മധുരവും ഉപ്പും ഒക്കെ ഉള്ളൊരു കറിയാണ്. ഓക്കെ, കുറച്ച് എരിവും മധുരവും കൂടെ നിൽക്കുന്ന ഒരു കറിയാണ് കൂട്ടുകറി. ഓക്കെ, അപ്പം അതിനായിട്ട് ഞാൻ ശർക്കര ഉരുക്കി വെച്ചിട്ടുണ്ട്. ഇതൊരു 5 ടേബിൾ സ്പൂൺ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ആഡ് ചെയ്യാം. ഓക്കെ, ശർക്കര മധുരം കൂടുതൽ വേണമെങ്കിൽ ഇങ്ങനെ ആഡ് ചെയ്യാം. കാലത്തിലോട്ട് നമ്മൾ അരിഞ്ഞ് വെച്ച ചേന, പിന്നെ ആ ഗ്രീൻ ചില്ലി ഇട്ടിട്ടുണ്ട്. ഓക്കെ, അത് കഴിയുമ്പോൾ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ടെർമറിക് പൗഡർ ഒരു 1/2 ടീസ്പൂൺ എടുത്ത് വെച്ചതിട്ട് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഓക്കെ, ഇത് കുക്ക് ചെയ്ത് വന്നിട്ട് മതി നമ്മൾ ഈ കടലിനകത്തോട്ട് ആഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. നമുക്കിതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് സ്റ്റവിലോട്ട് വെച്ച് നമുക്കിനിയിപ്പോൾ ഒന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ഓക്കെ, ഒന്ന് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇപ്പോൾ ഇത് തിളച്ച് വരുന്നതൊക്കെ ഞാൻ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക. ഓക്കെ, നന്നായിട്ടൊന്ന് കുക്ക് ചെയ്ത് തരട്ടെ. ഓക്കെ, അപ്പോൾ കുറച്ച് ഉപ്പിട്ട് കൊടുത്തു. ഇപ്പം നമുക്ക് വീണ്ടും ഇത് അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ഇതിപ്പം ഇതില്ലേ നമ്മൾ കായും ചേനയും വെന്ത് വരുന്നുണ്ട് കേട്ടോ. വെന്ത് വരുന്നുണ്ട്. അപ്പം നമുക്ക് ഇത് ഓൾറെഡി നമ്മൾ കുക്ക് ചെയ്ത് വെച്ചതാണ്, എന്നാലും അതെല്ലാം കൂടെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇതെല്ലാം കൂടെ ഒന്ന് കുക്ക് ചെയ്ത് തരട്ടെ. ഓക്കെ, നമുക്കൊന്ന് അടച്ച് വെക്കാം. ഇതെല്ലാം കൂടെ കിടന്നൊന്ന് ഒരു 2-3 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തിട്ട് അപ്പോഴത്തേക്കും നമുക്ക് തേങ്ങ അരച്ച് വെക്കാം. ഓക്കെ, ഒത്തിരി അരച്ചെടുക്കണ്ട കേട്ടോ, ഒത്തിരി ഫൈൻ പേസ്റ്റ് പോലെ അരച്ചെടുക്കണ്ട. ഓക്കെ, ഇതിപ്പോൾ നമ്മൾ കടലയൊക്കെ ഇട്ടില്ലേ, കടലയും അതെല്ലാം കൂടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് അരപ്പ് അങ്ങോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ അരപ്പ് ഇട്ട് അതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യും. ഓക്കെ, ഇത് വേണ്ടി നമുക്കൊന്ന് അടച്ച് വെച്ച് ഈ അരപ്പ് ഇതെല്ലാം കൂടെ ഒന്ന് പിടിച്ച് വരട്ടെ. ഓക്കെ, വേണമെങ്കിൽ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ അരപ്പിട്ടപ്പോൾ ഉപ്പ് കുറവായിരിക്കും. അതെല്ലാം കൂടെ ഒന്ന് പിടിച്ചിട്ടൊന്ന് അടച്ച് വെച്ചേക്കാം. ഓക്കെ, അടച്ച് വെച്ചൊന്ന് 3 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് നോക്കാം. അപ്പം ആ തേങ്ങയൊക്കെ ഇട്ട് 2-3 മിനിറ്റ് കഴിഞ്ഞാൽ ഇനിയിപ്പം ഇത് നമ്മൾ മെൽറ്റ് ചെയ്ത് വെച്ച ജാഗരി ഇല്ലേ, ശർക്കര, അത് ഞാനിപ്പം ഒഴിച്ചു കൊടുക്കാൻ പോവാം. ഓക്കെ, ഒരു 4 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുത്തു. നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് നോക്കാം. ഓക്കെ, വേണമെങ്കിൽ 1 ടേബിൾ സ്പൂൺ കൂടെ ഒഴിച്ചു കൊടുത്തേക്കാം. ഓക്കെ, ഞാനിപ്പോൾ ഒരു 5 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുത്തു. ഞാൻ പറഞ്ഞില്ല, ശർക്കരയൊക്കെ ഓരോരുത്തർക്ക് ഇഷ്ടം ഉള്ള പോലെയൊക്കെ ആഡ് ചെയ്യാം. ഓക്കെ, നിങ്ങൾക്ക് കുറച്ചൊരു സ്വീറ്റ് വേണമെന്നുണ്ടെങ്കിൽ, മധുരം വേണമെന്നുണ്ടെങ്കിൽ ഒഴിച്ചു കൊടുക്കും. ഓക്കെ, ഇനിയിപ്പം ഇതെല്ലാം കൂടെ ഒന്ന് അവിടെ ഇരുന്ന് ശരിയായിട്ട് വരട്ടെ. ഓക്കെ,
കുക്ക് ചെയ്ത് വരട്ടെ. ഒരു 2-3 മിനിറ്റ് നമുക്ക് അങ്ങനെ വെക്കാം. വെള്ളം ഒന്ന് ഇത്തിരി വെള്ളമുള്ള പോലെ ഉണ്ട്. ഓക്കെ, ഒത്തിരി വെള്ളം വേണ്ട. ഓക്കെ, കൂട്ടുകറി ഒന്ന് കുറച്ച് ഒരു 2-3 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് നോക്കാം. ഓക്കെ, ഇപ്പോൾ ശർക്കരയും കൂടി ഇട്ടിട്ട് ഒരു 3 തൊട്ട് 5 മിനിറ്റ് വരെ നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇതിപ്പം വെള്ളമൊക്കെ കുറഞ്ഞ് കുറുകി വന്നിട്ടുണ്ട്. നമ്മുടെ അടിപൊളിയായിട്ടുള്ള കൂട്ടുകറി റെഡിയായി. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നിങ്ങൾക്കിപ്പം ചെറിയ കൂട്ടുകറിയൊക്കെ ഉണ്ടാക്കാനാണെങ്കിൽ ഒരു 100 ഗ്രാം വെച്ചൊക്കെ എടുത്താൽ മതി. ഒരു ഫ്രൈങ് പാൻ ചൂടാക്കിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് നമുക്ക് കടുകും മുളകും ഇട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. കടുകും മുളകും ഇട്ട് കോക്കനട്ട് സ്ലൈസ് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ലതായിരിക്കും കറിയിൽ കൂടെ നമുക്കിട്ട് ഇട്ട് കൊടുക്കാം. ഈ കറിയിൽ ഇട്ട് കൊടുക്കാം. ഓക്കെ, ഈ കോക്കനട്ട് സ്ലൈസ് എനിക്ക് തോന്നുന്നൊരു 4 ടേബിൾ സ്പൂൺ ഉണ്ട് കേട്ടോ. അതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ ആഡ് ചെയ്യാം. കൂടുതൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. നന്നായിട്ടൊന്ന് വറുത്ത് വരട്ടെ. എന്താ പറയുക, കോക്കനട്ട് ഒക്കെ അപ്പം എല്ലാം വറുത്ത് വന്നിട്ടുണ്ട്. ഓക്കെ, ഞാനിപ്പം സ്വിച്ച് ഓഫ് ചെയ്യാൻ പോവാം. എന്നിട്ട് നമുക്ക് ഇതിനകത്തോട്ട് ആഡ് ചെയ്യാം. കൂട്ടുകറിക്കകത്തോട്ട് കൂട്ടുകറിക്കകത്തോട്ട് കടുക് മുളകൊക്കെ ആഡ് ചെയ്ത് കൊടുത്തു. അങ്ങനെ നമ്മുടെ കൂട്ടുകറി റെഡിയായി. സ്പൈസി ആൻഡ് സ്വീറ്റ് കൂട്ടുകറി നമുക്കൊരു സെർവിങ് ബൗളിലോട്ട് എടുത്ത് മാറ്റാം. കൂട്ടുകറി ഒരു സെർവിങ് ബൗളിലോട്ടൊക്കെ മാറ്റിയിരിക്കേണ്ട അടിപൊളിയായിട്ടുള്ള കൂട്ടുകറി. നിങ്ങൾക്ക് ഇതൊക്കെ സദ്യക്കൊക്കെ ഉണ്ടാക്കാൻ നോക്കുക. ഓക്കെ, അപ്പം സ്പൈസി ആൻഡ് സ്വീറ്റ് ആയിട്ടുള്ള അല്ലേ. സ്പൈസി മീൻസ് നമ്മൾ ഈ പെരുംജീരകവും പച്ചമുളക് പിന്നെ കുരുമുളകൊക്കെ ഇട്ടേക്കുന്നുണ്ട്. സ്പൈസി അതുപോലെ എന്താ പറയുക, ജാഗ്രി ശർക്കര ഇട്ടേക്കുന്നുണ്ട്. സ്വീറ്റുമായിട്ടുള്ള അടിപൊളിയായിട്ടുള്ളൊരു കൂട്ടുകറിയൊക്കെ. അതുപോലെ പെരുംജീരകത്തിൻ്റെ ടേസ്റ്റും കുരുമുളകും ശർക്കരയും ഒക്കെ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നെക്സ്റ്റ് ടൈം നിങ്ങൾ സദ്യ ഉണ്ടാക്കുമ്പം ഈ കൂട്ടുകറി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, എല്ലാവർക്കും എൻ്റെ വക ഹാപ്പി ആണ്. അപ്പം ഇനി വേറെ റെസിപ്പി ആയിട്ട് നെക്സ്റ്റ് വീക്കിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.